തിരുവനന്തപുരം കഴക്കൂട്ടത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്ത കേട്ടിരുന്നു. അതിലേക്കാണ് ഒരു തവണ കൂടി അവിടെയുള്ള തീ അണച്ചിട്ടുണ്ട്. ഫർണിച്ചർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. റിനു ശ്രീധർ തിരുവനന്തപുരം ചെയ്യുന്നു. റിനു, കട മുഴുവൻ ഈ ഒരു തകര ഷീറ്റ് വെച്ച് ഫെൻസ് ചെയ്ത് തീ അണയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. നിലവിൽ ആശ്വാസ വാർത്ത വരുന്നു, തീ അണച്ചു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നിരനിരയായ ഫയർ എഞ്ചിനുകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ഫയർ എഞ്ചിനുകൾ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും തീ അണയ്ക്കൽ പൂർത്തിയായത്. ഫർണിച്ചർ കടയാണ്, മെത്ത അടക്കമുള്ള വുഡ് ഫർണിച്ചേഴ്സ് അടക്കമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തീ വേഗത്തിൽ പടർന്നു പോകാനുള്ള സാധ്യത കൂടി ഉണ്ടായത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, വളരെ പണിപെട്ടുകൊണ്ടായുള്ള ഒരു സമഗ്രമായ ദൗത്യമാണ് അവിടെ പൂർത്തിയായത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കടയുടെ ഫെൻസിംഗ് അടക്കം, തകര ഷീറ്റ് ഇതടക്കം നീക്കിക്കൊണ്ടാണ് തീ അണച്ചത്. റിനു, എന്താണ് തൽസ്ഥിതി? തീ അണച്ചല്ലോ അല്ലേ? നിലവിൽ ആശ്വാസകരമായിട്ടുള്ള വിവരം നമുക്ക് നൽകാനാകുന്നുണ്ട്. തീ പൂർണ്ണമായിട്ടും ഫയർഫോഴ്സ് അണച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി ഈ ഫർണിച്ചർ ഷോപ്പ് കത്തി നശിച്ചു എന്ന് തന്നെ നമുക്ക് അറിയാം. നമുക്കിപ്പോൾ തന്നെ ആ കാഴ്ചയിൽ കാണാവുന്നതാണ്. ഇതൊരു തകരം കൊണ്ട് ഫ്രണ്ട് വശവും ബാക്കും എല്ലാം കൊണ്ട് തന്നെ ഒരു താൽക്കാലിക സംവിധാനത്തിലൂടെയുള്ള ഒരു സ്ഥാപനമാണ്. ഇതിൽ അകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു മണിക്കൂർ മുമ്പാണ് ഈ ഫർണിച്ചർ ഷോപ്പിൽ, ലുലു മാളിന് തൊട്ട് സമീപത്തുള്ള ഫർണിച്ചർ ഷോപ്പിലേക്ക് തീ പടരുന്നത്. ഇതിന്റെ റൂഫൊക്കെ തന്നെ താൽക്കാലിക സംവിധാനത്തിലൂടെ ചെയ്തിരുന്ന റൂഫാണ്. ഇതെല്ലാം തന്നെ കത്തി നശിച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഷോപ്പ് ഒന്ന് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. ഉടൻ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. ഫയർഫോഴ്സ് ജീവനക്കാരെത്തിയാണ്, 7ഓളം യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ പൂർണ്ണമായും കെടുത്തിയത്. എന്തായാലും വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിരിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ പുറകിൽ ഒരു ജനറേറ്റർ ഉണ്ട്, ആ ജനറേറ്ററിൽ നിന്ന് തീ പടർന്നതാകാം എന്നുള്ള ഒരു സംശയമാണ്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം മാത്രമാണ്, പൂർണ്ണമായി അത് വിശ്വാസത്തിലെടുക്കുന്നില്ല, പരിശോധിക്കും, അന്വേഷിക്കും എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും പൂർണ്ണമായി ഇപ്പോൾ തീ കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. ഇതിലൊരു ആശങ്കയുണ്ടായിരുന്നത് ഇതിന്റെ 4 വശവും തകരങ്ങൾ കൊണ്ട് തകരങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കടന്ന് തീ അണയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ആശങ്കയുണ്ടാക്കിയിരുന്നെങ്കിൽ പോലും കമ്പിപ്പാരയും മറ്റ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ തകടെല്ലാം പൊളിച്ചു നീക്കിയതിനു ശേഷം ജീവനക്കാർ ഇതിനകത്തേക്ക് വെള്ളം ചീറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ തീ കെടുത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇത് ഏകദേശം 100 മീറ്ററോളം പുറകിലേക്ക് നീളുന്ന ഒരു ഷോപ്പാണ്, ഒരു നില മാത്രമാണ് ഇതിലുള്ളത്. എന്തായാലും ആശങ്കയില്ല, ഇപ്പോൾ ആശങ്കയൊഴിയുന്നു. തീ പൂർണ്ണമായും കെടുത്തിയിരിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.